ഗോസിപ്പിന്റെ മറ്റൊരു സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേപോലെ പറഞ്ഞു കൊടുത്താണ് സ്വാഗതം പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തരണമെന്ന്. അതുപോലും തരാതെ സ്വന്തമായിട്ട് എനിക്ക് തുടങ്ങട്ടെ. ഞാൻ പടങ്ങി എന്നെ ആശ്വസിപ്പിക്കും. അത് വേറെ നമുക്ക് ഗോസിപ്പിന്റെ മറ്റൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു എപ്പിസോഡ്. ഇത് തന്നെയല്ലേ നീ ആദ്യം പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു വേണ്ട, ഇനി ഒന്ന് പറയണ്ട. അപ്പൊ എന്നാലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗോസിപ്പുകളായിട്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. കൊച്ചു കൊച്ചു പാട്ടുകളും അടിപൊളി കുറച്ച് കുശുമ്പുകളും കുന്നായ്മകളുമായിട്ട് അല്ലേ? പ്രത്യേകിച്ച് കുശുമ്പും കുന്നായ്മകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സെബാനായിരിക്കും. അപ്പം നമുക്ക് ആരംഭിക്കാം, തുടങ്ങാം. യെസ്. എപ്പോഴും പോലെ നമുക്ക് ഹിന്ദിയിൽ നിന്ന് തുടങ്ങണ്ട. ഹിന്ദി തമിഴൊക്കെ നമ്മളൊന്ന് ഉപേക്ഷിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. മലയാളത്തിൽ ഇങ്ങനെ നടന്മാരുടെയും നടിമാരുടെയും എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതിലെ പോകാനും ഇതിലെ പോകാനും ഒക്കെ സിനിമയിൽ അഭിനയിക്കുകയാണ് അല്ലേ? സത്യമായിട്ടും അല്ലടാ, ഭാഗ്യം എപ്പോഴും വന്നേന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ റോട്ടി കൂടെ നടന്നു പണ്ട് കോലി കളിച്ച് നടന്നവനൊക്കെ ഇപ്പൊ പണ്ട് പറയാ ഈ കോലും പിടിച്ച് മറ്റേ കോലും തരിക്കൊണ്ട് നാളെ നമുക്ക് അപ്പച്ചന്മാര് ചോദിക്കാറുണ്ട്. മറ്റേ ഒരു ഹിന്ദി ഫിലിം സ്റ്റാറില്ലേ സിദ്ധാർത്ഥ് മൽഹോത്ര എന്ന് പറഞ്ഞ ഉണ്ടോ? സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിൽ വന്ന പുള്ളി. അവൻ വെറുതെ ഒരു കോഫി ഷോപ്പില് കോഫി കുടിച്ചോണ്ടിരിക്കുന്നു ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ വന്ന് ചോദിച്ചതാണ് മോഡലിംഗിലൊക്കെ താല്പര്യമുണ്ടോ? പുള്ളി യെസ് പറഞ്ഞു. പിന്നെ ഒരൊറ്റ പോക്കാറുന്നില്ലേ. ഇതുപോലെ തന്നെ മലയാളത്തിലെ പല നടന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. എന്തിനും നമ്മുടെ രജനീകാന്ത് വെറും ബസ് കണ്ടക്ടർ ആയിരുന്നു. എന്ത് നമ്മുടെ മാമുക്കോയ, ഭാഗ്യം ദൈവാനുഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ്. മാമുക്കോയ, പിന്നെ കുതിരട്ടം പപ്പു, അങ്ങനെ ഒരുപാട് പേര് ആൾക്കാരുണ്ട്. സിനിമ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നതാണ്. പക്ഷെ ഇക്കാലത്ത് അതൊന്നും നടക്കില്ല. ഈ കാലത്ത് നമ്മൾ സിനിമ അന്വേഷിച്ചാലാണോ? കാരണം ഈ പണ്ട് കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, ഒരു 100 പേരെ എടുത്താൽ അതിൽ 10 പേരെ ആഗ്രഹിക്കുള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 100 പേരെ എടുത്താൽ 110 പേരും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, അതെല്ലാവർക്കും ഇല്ല, സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ലാലേട്ടന്റെ നായികയായിട്ടോ വൈഫായിട്ടോ മീൻസ് ലൈക്ക് നിവിൻ പോളിയുടെ കാമുകിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉള്ളൂ അതിൽ ശരിക്കും. അല്ല, അത് സത്യമാണ്. നിവിൻ പോളി അത്ര ലോക്കൽ ആയിട്ടില്ല എന്നുള്ളത് ഞാൻ അതിനു വേണ്ടിയാ നടക്കുന്നത്. ഞാൻ ഇങ്ങനെ പോയ സമയത്താണ് ഇപ്പൊ ഒരു വാർത്ത അറിഞ്ഞത്. പണ്ട് കുറച്ചു നാൾ മുമ്പ് വരെ മറ്റേ ബോളും ബാറ്റൊക്കെ ആയിട്ട് നടന്ന ഒരു വ്യക്തി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ശ്രീശാന്ത്. നമ്മളത് പറഞ്ഞല്ലേ ശ്രീശാന്തിന്റെ കാര്യം. ആണോ? എപ്പോ? ഒരു 3-4 എപ്പിസോഡ് ആണോ? എന്നാലും ശ്രീശാന്ത് ടീം 5 എന്ന് പറയും. എന്തായാലും ഒരു ടീം വേണം. 10 പേരുണ്ട്. ഇത് ശ്രീശാന്ത് മൂവിട്ട് വരുമെന്ന് പറഞ്ഞുള്ളൂ. പല നായികയും കാര്യങ്ങളൊക്കെ. എന്താ പൊന്നു മോനെ, നിക്കി ഗിൽറാണിയാണ് നായിക. എന്തായാലും അക്ഷരം തെറ്റിപ്പോലെ കേട്ടോ. പണ്ടൊരു മന്ത്രി പറഞ്ഞപ്പോ നിക്രു ഏതാണ്ടോ പറഞ്ഞെന്ന് പറയുന്നത് നമ്മളതിന്റെ ഉത്തരവാദിയല്ല. അപ്പൊ എന്തായാലും നമ്മൾ അതൊന്നല്ല പറയാൻ വേണ്ടത്. നിക്കി ഗിൽറാണി പറയുന്നത് ശ്രീശാന്ത് ഭയങ്കരമായ ഒരു ആക്ടറാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആക്ടർ അഭിനയിക്കുന്ന പോലെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെയാണ് നിക്കി പറഞ്ഞത്. കളിയാക്കി പറഞ്ഞതാണോ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നുള്ളത് ഞങ്ങൾക്കറിയാൻ മേല. ആണോ? എനിക്കറിയില്ല, നീയല്ലേ പറയുന്നത്. എന്തായാലും ഷൂട്ടിംഗ് ഒക്കെ ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ശ്രീശാന്തിന്റെ സിനിമയിലുള്ളത് കാണിക്കാം. പക്ഷെ ദയവേത് ശ്രീശാന്തിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. അങ്ങ് പോയിട്ട് നമ്മുടെ കർപ്പച്ചന്റെ നടി മേടിച്ചോണ്ട് വന്ന പോലെ ഇവിടെ നാട്ടുകാരെ നടി മേടിക്കുന്നത്. നന്നായിട്ട് അഭിനയിച്ചാൽ നിൽക്കുകൊള്ളാം. കണ്ടണ്ട ഒരു കുട്ടിയാനെ പോലെ ഉണ്ട്. നല്ല എന്തൊക്കെയായിരുന്നു. ശ്രീശാന്ത് നല്ല പെർഫോമറാണ്. പണ്ട് ക്രിക്കറ്റ് കളിച്ചാൽ കൊക്കിനെ കളിച്ചത് ഇങ്ങനെ കാണിച്ചു ഒറ്റ അടി വെച്ചെടുത്ത്. സിനിമയിൽ എന്തായാലും നമ്മുടെ എല്ലാവരും ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമ്മുടെ നായകനായിട്ട് നമ്മുടെ സ്വന്തം ശ്രീശാന്തുമാണ്. ശ്രീശാന്ത് ക്രിക്കറ്റിൽ ഇപ്പം മാറി നിൽക്കുകയാണെങ്കിൽ പോലും സിനിമയിൽ അദ്ദേഹം വലിയ ഒരു നിലയിലെത്തിട്ട് അല്ലേ? അതെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. പിന്നെ സെബാനും ഇനി വൈകാണ്ട് സിനിമയിൽ വരും. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കണ്ടിട്ട് നല്ലൊരു പാട്ടൊക്കെ കണ്ടു. ഞാൻ പറയട്ടെ, നയൻതാരേനെ ഇഷ്ടമല്ലേ നിനക്ക്? പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നയൻതാരേനെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടിലെ പറ്റി പല കുറ്റങ്ങളും പറയും. അല്ല, പക്ഷെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നയൻതാര വിത്ത് ചിമ്പു എന്നൊരു ഗോസിപ്പ് പറഞ്ഞു. അവരുടെ നീ പേടിക്കണ്ട. ഇപ്പം നയൻതാര എന്ന് വെച്ചാല് ആഴ്ച ആഴ്ച മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പറയരുത് പ്ലീസ്. അത് ഓരോരുത്തരും, ഞാൻ പറഞ്ഞില്ല നയൻതാര പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ കാര്യമല്ല, ഓരോരുത്തർ പുറമേ നിന്ന് കാണുമ്പോ പലരും പലതും പറയുമല്ലോ. പിന്നെ ഉള്ളി കയറി നോക്കാൻ പറ്റും നമുക്ക്. അല്ലടാ, അങ്ങനെയല്ല. ഓരോ ആഴ്ചയും മാറുന്നൊന്നും പറയരുത്. കഴിഞ്ഞ ആഴ്ച നമ്മള് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ചിമ്പു ആയിരുന്നു, ഈ ആഴ്ച വന്നപ്പോഴത്തേക്ക് വിഘ്നേഷ് ആയി. വിഘ്നേഷ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വർത്തമാന കാലത്ത് വിഘ്നേഷ് ആണ് ഇപ്പം വർത്തമാനം ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. മലയാളം പഠിക്കണം. ഇതൊന്നും അല്ല, ഇനിയുണ്ട് കുറെ സ്റ്റോക്ക് പുറത്തെടുക്കണം. വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും വിഘ്നേഷുമായിട്ട് ഭയങ്കരമായ പ്രണയത്തിലായിരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മളൊന്ന് ചെകഞ്ഞൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് തോന്നാം അല്ലേ? തോന്നും. വേറൊന്നുമല്ല, വിഘ്നേഷിന്റെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനാണ് നയൻതാര പോണത്. കോടികൾ മുടക്കാനായിട്ടാണ് നയൻതാര വന്നത്. നയൻതാരയ്ക്ക് വേണ്ടി ഓരോ പ്രൊഡ്യൂസേഴ്സും ക്യൂ ആണ്. കോടികൾ അങ്ങോട്ട് അഭിനയിക്കുന്നുണ്ട്. അന്നേരം നയൻതാര സ്വന്തം കാശ് മുടക്കി വിഘ്നേഷിന്റെ ഫിലിം ഡയറക്ട് വിഘ്നേഷ് നയൻതാര വെച്ച് ചെയ്ത ഞാനും റൗഡിദാൻ എന്ന സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നയൻസിനെ വെച്ച് തന്നെയായിരുന്നു അടുത്ത മൂവിയും. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല. ഇവർ തമ്മിൽ എന്തോ ഒരു ക്ലാഷ് സംഭവിച്ചു. ഈ പ്രോജക്റ്റ് ക്യാൻസൽ ആയിരുന്നു. ഇവർ തമ്മിൽ പ്രണയം വരെ തീർന്നു എന്നാണ് പറയുന്നത് കേട്ടത്. നീ കരിങ്കണ്ണ കരിനാക്ക വഴി അങ്ങനെ വേറൊന്നുമല്ല, ഇതിനും പുറകില് വേറൊരു താരത്തിന്റെ പ്ലേ ഉണ്ടെന്നാണ് ഇപ്പൊ നിലവിൽ പറയുന്നത്. വേറൊരു താരമാണെങ്കിൽ അത് ആരായിരിക്കും നീ പറയണ്ട? ഞാൻ പറയും. എനിക്ക് സംശയമുള്ള കാര്യത്തോന്ന് ഞാൻ പറയും. സംശയം പറയുള്ളൂ, ഉറപ്പിച്ച് പറയൂല. എന്തായാലും ഇതിൽ കൂടെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നിന്നല്ല. ചിമ്പു ആണോ? ചിമ്പു ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പ്രഭുദേവ. പ്രഭുദേവക്ക് എന്ത് പറഞ്ഞതൊക്കെ എത്ര കൊല്ലം. പക്ഷെ പറയാൻ പറ്റില്ല, പൂത്ത് നിൽക്കുന്ന പ്രണയം അത്ര പെട്ടെന്ന് വാടിയൊന്നും പോലെ എവിടെയെങ്കിലും തണുപ്പ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. മഴയൊക്കെ പെയ്തില്ലേ? നമ്മളെ ഓരോ പാപ്പരാസീസ് ഒക്കെ പറയണല്ലേ പ്രഭുദേവ ചിമ്പു. നിന്നെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. എനിവേ എന്തായാലും ആരോ ഒരാളുണ്ട്. ഇനി പുതിയ കാമുകനാണോ എന്ന് അറിയില്ല. ചിമ്പു അല്ല, ചിമ്പു ആണോ? ചിമ്പു ആയിരിക്കാം ചിലപ്പോ. ഇനി പ്രഭുദേവയാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇവരിൽ ആരൊക്കെയാണ് പ്രണയം തകർന്നു. അപ്പൊ എന്തായാലും നമുക്ക് നയൻതാരക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത കാമുകനെ കിട്ടട്ടെ എന്ന്. നല്ലൊരു ഫിലിം കൂടി. എന്തിന് നയൻതാരക്ക് കൈ നിറച്ച ഫിലിം നിന്റെ പ്രാർത്ഥന കൊണ്ട് ഫിലിം കിട്ടാതെ മിണ്ടായിരിക്കോ? നയൻതാരക്ക് ഇഷ്ടം പോലെ പടമുണ്ട്. അവൾക്ക് ഇനി നിന്റെ പ്രാർത്ഥന കൊണ്ട് പടം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അവൾക്ക് വേണ്ടത് എന്താണ്? ഒരു കാമുകനാണ്. അപ്പൊ പുതിയ കാമുകനെ കണ്ടുപിടിക്കാനുള്ള ആശംസ അത്രേ ഉള്ളൂ. വേറെ നല്ല ഗോസിപ്പ് മൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ സ്റ്റെപ്പാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളം, തമിഴ്, എനിക്ക് ഹിന്ദി. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. ഹീറോയിസിന്റെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. ഹീറോസിന് പിന്നെ ഒരു ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് അറിയോ? ഇതിവിടെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയതിന് കാരണം ഇവിടുത്തെ നടിമാരാണ്. ആദ്യം മലയാളത്തിൽ വരും. ഇവിടെ ക്ലച്ച് പിടിക്കാതെ കഴിയുമ്പോൾ നേരെ അപ്പുറത്തിയാടും. അവിടെ ക്ലച്ച് എങ്ങനെയും പിടിച്ച് കഴിയുമ്പോൾ നേരെ അപ്പുറത്തിയാടും. പക്ഷെ ഇങ്ങനെ ക്ലച്ച് പിടിക്കാതെ ചാടിയവരും പിടിച്ചിട്ട് ചാടിയവരും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, റായ് ലക്ഷ്മി. അറിയോ ആളെ? ലക്ഷ്മി റായ് ആയിരുന്നു. ഇപ്പോഴത്തെ റായ് ലക്ഷ്മി. പേര് ഈ ലക്ഷ്മി റായ് എന്ന് പറയുമ്പോൾ ഒരു വളിച്ച പേരാന്നാണ് പക്ഷേ ലക്ഷ്മി റായ് പേരിൽ മാത്രം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്മി ഇല്ലായിരുന്നു അതില്. അതുകൊണ്ടാണ് പേര് മാറ്റി റായ് ലക്ഷ്മി. മനസ്സിലായില്ലേ? ഐശ്വര്യ റായ്. ഐശ്വര്യ റായ്. റായ് ആ റായ് എടുത്ത് ഇപ്പുറത്തിട്ട് റായ് ലക്ഷ്മി. മനസ്സിലായ? ബുദ്ധി വേണം. അവിടെ എന്തായാലും ഇത്തിരിയെങ്കിലും ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പേരിലുള്ള ട്വിസ്റ്റ് നടത്തിയത്. കൊണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചു കാലമായിട്ട് പേരൊക്കെ മാറ്റിയിട്ട് വീട്ടിലിരിപ്പായിരുന്നു. ഇപ്പൊ വന്നിട്ടുണ്ട്. ബോളിവുഡിൽ പുതിയൊരു പടം വരുന്നു, ജൂലി 2. ജൂലി 2-ല് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെറും ആളല്ല, നായികയായിട്ടാണ് വരുന്നത്. അതെ, ഹിന്ദി ഫിലിമില് നായികയായിട്ടാണ് നമ്മുടെ സ്വന്തം റായ് ലക്ഷ്മി വരുന്നത്. 10 കിലോ ആണ് ഭാരം കുറച്ച്. ഇതിന് മുമ്പായിരുന്നു ഹിന്ദി ഇട്ട് പോയത്. അസിൻ പോയി. അസിൻ കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പോയോ? അറിയില്ല. എന്തായാലും പോയി കാണുമായിരിക്കും. ആരൊക്കെ എനിക്ക് ഉണ്ടാകുമല്ലോ. പക്ഷെ നായിക കഴിഞ്ഞ അസിൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വന്നേക്കുന്ന ഒബ്വിയസ്ലി ഇതിനു മുമ്പ് പോയ ആൾക്കാരുണ്ട്. ഐശ്വര്യ റായ്. നോക്കിയതാണ്. അപ്പൊ എന്തായാലും റായ് ലക്ഷ്മി ഭാരം കുറച്ച് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തുടങ്ങുന്നു. 10 കിലോ കുറച്ചു. 10 കിലോ
നാട്ടുപുറത്തുകാരിയായ ഒരാൾ എങ്ങനെ സിനിമാ ലോകത്തെത്തി വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറുന്ന ഒരു കഥയാണ് നമ്മുടെ റായലക്ഷ്മി ജൂലി 2 എന്ന പടത്തിൽ ചെയ്യുന്നത്. എനിവേ എന്തായാലും ജീവിതത്തിൽ സൂപ്പർ സ്റ്റാർ ആയില്ലെങ്കിലും സിനിമയിലെങ്കിലും സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ള ഹിന്ദി ഫിലിം ആക്ട്രസ് ഒക്കെ ആയിട്ട് വന്നു ഇങ്ങനെ സ്ക്രീൻ കേട്ടോ. റായലക്ഷ്മി എവിടെ കണ്ട് ചെരുപ്പൂരിട്ടടിക്കും. ഇത്ര പരിചയമല്ലേ പറയുന്നത്. എന്താ ചെയ്യാ, ഇത് ഞാനായിട്ട് പറഞ്ഞില്ലേ, ഈ കൊച്ചനെ പഠിപ്പിച്ചല്ല. അപ്പൊ എന്തായാലും ഈ ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യുന്നത് ഗോസിപ്പ്.